നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. കർണാടകയിലെ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ക്രൂയിസർ വാനും തിരുനാവായ ചെറിയവർപ്പൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. താനൂർ മൂലക്കൽ MLA ഓഫീസിന് സമീപം വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. പരിക്കുപറ്റിയവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താമീർ ജിഫ്രി കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് CBI സംഘവും കേന്ദ്ര ഫോറൻസിക് ഉദ്യോഗസ്ഥരും താനൂരിലെത്തി പരിശോധന നടത്തി. വ്യാഴാഴ്ച പകൽ 11 മണിയോടെയാണ് സംഘം താനൂരിലെത്തിയത്. പോലീസ് ക്വാർട്ടേഴ്സിലെത്തിയ സംഘം താമീർ ജിഫ്രിയെ ചോദ്യം ചെയ്ത മുറിയിലാണ് പരിശോധിച്ചത്. റേഷൻ വ്യാപാരി സംയുക്ത സമിതി പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഖാദർ പഞ്ചമി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം പൊതുഫണ്ടിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപ വകയിരുത്തി ചെറിയമഠത്തെ നരിയറക്കുന്നിൽ നിർമ്മിക്കുന്ന ഹാപ്പിനെസ് വയോജന പാർക്കിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ശിലാസ്ഥാപന കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി നിർവഹിച്ചു. ചെറിയമഠം പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ അധ്യക്ഷത വഹിച്ചു. ചെറിയമഠം പഞ്ചായത്ത് 15-ാം വാർഡിലെ തലക്കടത്തൂർ പരന്നേക്കാട് കോളനിയിലെ അക്ഷയ കുടുംബശ്രീ യൂണിറ്റ് എടുത്ത ലോണാണ് കുടിശ്ശിക തെറ്റി ജപ്തിയായത്. ലോൺ അടക്കാനായി കൊടുത്ത പണം ബാങ്കിൽ അടക്കാതെ കുടുംബശ്രീ പ്രവർത്തക മറ്റംഗങ്ങളെ കബളിപ്പിച്ചുവെന്നാണ് പരാതി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി ജനുവരി 7-ന് കോട്ടക്കൽ പുത്തൂരിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ ഫാമിലി കോൺഫറൻസിന്റെ തിരൂർ ഏരിയ സന്ദേശ വാഹന പ്രചരണം തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ദീപ്തം 2024 പറക്കാം പറന്നുയരാം എന്ന സ്കൂൾ തനത് പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കൊപ്പം എന്ന പരിപാടി തൃക്കണ്ടിയൂർ GLP സ്കൂളിൽ സംഘടിപ്പിച്ചു. 2024 പൊതുതെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ വനിതാ സംവരണ ബിൽ BJPയുടെ രാഷ്ട്രീയ നാടകമാണെന്ന് ചൂണ്ടിക്കാട്ടി മഹിളാ സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂരിൽ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്നതിനെതിരെ കർശന നടപടിയുമായി വെട്ടം പഞ്ചായത്ത്. വീടുകളിലും സ്ഥാപനങ്ങളിലും പ്ലാസ്റ്റിക് അലക്ഷ്യമായി ഉപയോഗിച്ചതിന് 25,000 രൂപ പിഴ ഈടാക്കിയതായി വെട്ടം പഞ്ചായത്ത് സെക്രട്ടറി P. അബ്ദുൽ സലീം വെട്ട ന്യൂസിനോട് പറഞ്ഞു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഗ്രാമസഭാ യോഗം ചേർന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ഉദ്ഘാടനം ചെയ്തു. തൃപ്പങ്ങോട് പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ തെരുവ് വിളക്കുകൾ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF മെമ്പർമാരുടെ വാർഡുകളെ അവഗണിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ഭരണകക്ഷിയിലെ മെമ്പർമാർ ധിക്കാരപരമായി പെരുമാറിയെന്ന് ആരോപിച്ച് UDF നേതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. നിരവധി കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയ തെക്കൻകുട്ടൂർ സ്വദേശിയായ കടക്കോട്ട് വീട്ടിൽ കുഞ്ഞാവ എന്ന ജമാലിനെ കാപ്പ ചുമത്തി തടങ്കലിലടച്ചു. ഇമ്പിച്ചുവാവ സഹകരണ ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്ലൻഡറൻസ് ഡോൾ ജനറൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ഭാവ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.